അമേരിക്കൻ നഗരമായ ലോസ് ആഞ്ചലസിൽ പടരുന്ന കാട്ടുതീ ഇതുവരെ നിയന്ത്രണ വിധേയമായിട്ടില്ല. ഈ പടർന്നു പിടിച്ച കാട്ടുതീയിൽ ജനങ്ങൾ ആകെ ആശങ്കയിലാണ്. എന്നാൽ ഈ ദുരന്തത്തെ പോലും ചിലർ സമീപിക്കുന്നത് വളരെ മോശം രീതിയിലാണ്. വീട് വിട്ട് ഓടേണ്ടി വന്ന നിസ്സഹായരായ മനുഷ്യരെ മോഷണത്തിലൂടെ ചൂഷണം ചെയ്യുകയാണ് ചിലർ. ഉപേക്ഷിക്കപ്പെട്ട വീടുകൾ, കാട്ടുതീയിൽ പൂർണ്ണമായും കത്തി നശിക്കാത്ത വീടുകൾ എന്നിവിടങ്ങളിലൊക്കെ കയറിയാണ് ഈ ഒരു മോഷണം നടത്തുന്നത്. എന്തായാലും കള്ളന്മാരെ പോലീസ് പിടിച്ചിട്ടുണ്ട്. രഞ്ജിഷ രാമകൃഷ്ണൻ ചേരുന്നുണ്ട് തത്സമയം. രഞ്ജിഷ, നമ്മൾ ആദ്യം കണ്ട ഈ ദൃശ്യങ്ങളിൽ തന്നെ അവിടെ പടർന്നു പിടിച്ച ഒരു കാട്ടുതീയുടെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. അതിൽ തന്നെ ചിലരൊക്കെ തകർന്നടിഞ്ഞ വീടുകൾക്ക് മുൻപിൽ വന്ന് നിൽക്കുന്നുണ്ട്. എന്തെങ്കിലും അവിടെ അവശേഷിക്കുന്നുണ്ടോ എന്നൊന്ന് കാണാൻ വേണ്ടി. അത്രത്തോളം ഗുരുതരമാണ് അവിടുത്തെ ഒരു സാഹചര്യം. ജീവനും കയ്യിൽ പിടിച്ച് വീട് ഉപേക്ഷിച്ച് ഓടിപ്പോയവരാണ്. തിരിച്ചു വരുമ്പോൾ കാട്ടുതീ പടർന്നില്ലെങ്കിൽ ഈ വീട് അവിടെ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് അവർക്കുള്ളത്. അപ്പോഴാണ് അതിനിടയിൽ ചിലർ ഈ വീട് മാത്രം അവിടെ ബാക്കി വെച്ച് അതിനുള്ളിലുള്ള എല്ലാ സാധനങ്ങളും അങ്ങ് കൊള്ളയടിച്ചു കൊണ്ടുവന്നത്. എന്ത് മനുഷ്യരെന്നാണ് ഇവരെയൊക്കെ പറയേണ്ടത്? ഈ ഒരു സാഹചര്യത്തെ പോലും അങ്ങ് ചൂഷണം ചെയ്യുന്ന ആളുകൾ. എന്തായാലും കള്ളന്മാരെ പിടിച്ചല്ലോ. എത്ര പേരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്? നിലവിലെ ലോസ് ആഞ്ചലസിലെ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ? എന്താണ് സാഹചര്യം? ഹിമ, മോഷണത്തിൽ ഇപ്പോൾ 20 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ലോസ് ആഞ്ചലസിലെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോഴും അതേ രീതിയിൽ തുടരുകയാണ്. ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല, സമീപ പ്രദേശങ്ങളിലേക്കെല്ലാം ഈ തീ പടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിയന്ത്രണ വിധേയമാക്കാനും പറ്റാത്തതും അതുപോലെ തന്നെ സമീപത്തേക്ക് പടർന്നുകൊണ്ടിരിക്കുന്നതുമെല്ലാം വളരെയധികം ആശങ്ക സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിരവധി ആളുകളാണ് ഈ ഒരു പ്രദേശത്ത് നിന്നെല്ലാം മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. വേണ്ടപ്പെട്ടതും പ്രിയപ്പെട്ടതും എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഈ മനുഷ്യർ സ്വന്തം ജീവനും കൊണ്ട് ഇവിടെ നിന്ന് മറ്റ് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് നമ്മളും കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കൊടുത്തിരുന്നു. ലോസ് ആഞ്ചലസിലെ ഒരു കായിക താരം അദ്ദേഹത്തിന് വീട് വിട്ട് പോകേണ്ടി വന്നപ്പോൾ അദ്ദേഹം നേടിയെടുത്ത, അദ്ദേഹത്തിൻ്റെ ഈ ഒരു കാലയളവിലെ അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായി അദ്ദേഹം നേടിയെടുത്ത 10 മെഡലുകൾ ഉപേക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് വീട് വിട്ടു പോകേണ്ടി വന്നത്. ഇത്തരത്തിൽ ദുഃഖകരമായിട്ടുള്ള എല്ലാ വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഭാഗികമായി തീപിടിച്ച വീടുകളിൽ നിന്നും അതുപോലെ തന്നെ ഉപേക്ഷിക്കപ്പെട്ട വീടുകളിലെല്ലാം കയറി ആളുകൾ മോഷണം നടത്തുന്നു എന്നുള്ള ഒരു വാർത്തകൾ കൂടി വരുന്നത്. അതിലിപ്പോൾ 20 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഈ ഒരു മോഷണം നടത്തുന്ന ആളുകളുടെ ഒരു മാനസിക നില എന്താണെന്ന് പോലും നമുക്ക് ആലോചിക്കാൻ വയ്യ. കാരണം അത്രയും പ്രിയപ്പെട്ട തൻ്റെ വീടും സ്ഥലവും എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഈ മനുഷ്യർ സ്വന്തം ജീവന് വേണ്ടി വീട് വിട്ട് പോകുന്നത്. അവർക്ക് വേണ്ടപ്പെട്ട സാധനങ്ങളുണ്ടാവാം, പ്രിയപ്പെട്ടതുണ്ടാവാം, എല്ലാം ഉപേക്ഷിക്കേണ്ടി വന്ന നിസ്സഹായരായ മനുഷ്യരാണവർ. അത്തരത്തിൽ പോകുന്ന ആളുകളുടെ വീട്ടിൽ കയറിയാണ് ഇത്തരത്തിൽ മോഷണം നടത്തുന്നത്. വളരെ നാണക്കേടുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് വന്നത്. നമുക്ക് ഇത് ആലോചിക്കുമ്പോൾ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം വിഷമം തോന്നുന്നതാണ്. അത്രയും നിസ്സഹായരായ ഒരു പറ്റ മനുഷ്യരെയാണ് ഇവർ ചൂഷണം ചെയ്യുന്നത് എന്നാണ്. എന്തായാലും ഇപ്പോഴും ലോസ് ആഞ്ചലസിൽ രക്ഷാപ്രവർത്തനം എല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 10,000-ഓളം ആളുകളെയാണ് സുരക്ഷിത താവളങ്ങളിലേക്ക് സർക്കാർ മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഉടനെ തന്നെ ഈ തീ നിയന്ത്രണ വിധേയമാകുമെന്നും ആളുകളുടെ ജീവിതമെല്ലാം പഴയ രീതിയിലേക്ക് എത്തുമെന്നുമെല്ലാം നമുക്ക് പ്രത്യാശിക്കാം.